ഇടുക്കിയിൽ കനത്ത മഴയുണ്ടായിരുന്നു. കനത്ത മഴയിൽ ഇടുക്കി മാങ്കുളം റോഡിലെ കലുങ്ക് പൂർണ്ണമായി ഇടിഞ്ഞു. പാമ്പുംകയം താളിങ്കണ്ടം റോഡാണ് പൂർണ്ണമായി ഇടിഞ്ഞത്. ഈ മേഖല ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് പലപ്പോഴായി പെയ്യുന്നത്. അത് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പാമ്പുക്കയം ഭാഗത്താണ് കാര്യമായൊരു നാശനഷ്ടം നമുക്ക് എടുത്തു പറയേണ്ടതായ രീതിയിലുള്ളത്. ഈ പ്രദേശം ഏകദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. നിരവധി സ്കൂൾ കുട്ടികളും ചെറുതും വലുതുമായ വാഹനങ്ങളും ബസ് സർവീസും അടക്കമുള്ള മേഖലയാണ്. പക്ഷേ ഈ കലുങ്ക് പൂർണ്ണമായി തകർന്നതോടുകൂടി ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾക്കൊന്നും കടന്നു വരാനോ അവിടെ നിന്ന് തിരിച്ചു പോകാനോ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ അഗ്നിരക്ഷാ സേനയ്ക്കോ എത്താൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പകരമായുള്ളൊരു വഴി എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ്. അതിലൂടെ ഒട്ടനവധി ആളുകൾക്ക് സഞ്ചരിക്കാനോ മറ്റോ കഴിയുന്നൊരു പാതയല്ല. അതുകൊണ്ട് തന്നെ ആ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കലുങ്ക് പൂർണ്ണമായി ഇടിഞ്ഞ് ഏകദേശം 6 അടി വീതിയിലാണ് ഈ പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പരിഹാരം എന്നുള്ളതും പ്രായോഗികമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഹൈറേഞ്ചിൻ്റെ പല മേഖലകളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സമയത്ത് ചെറിയ തോതിലുള്ള ഒരു മാറ്റമുണ്ട് എന്നത് മാത്രമുള്ളൂ. ഏറ്റവും കൂടുതൽ മഴ ഇന്നത്തെ ദിവസം ലഭിച്ചതും ദേവികുളം മേഖലയിൽ തന്നെയാണ്. ആ ഭാഗത്ത് 86 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് ഉച്ചവരെയുള്ള സമയം കൊണ്ട് മാത്രം ലഭിച്ചതായിട്ട് കണക്ക് കൂട്ടപ്പെട്ടിരിക്കുന്നത്. മറ്റ് മേഖലകളിലും മഴ ശക്തമായി തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുമുണ്ട്. നിർമ്മാണം നടക്കുന്നൊരു മേഖല കൂടിയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ആ പാതയിലൂടെ ഗതാഗതം അനിവാര്യമല്ല എങ്കിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്കെല്ലാം ഒരു ജാഗ്രതാ നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പൂർണ്ണമായും ഹൈറേഞ്ചിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട് ഉള്ള എന്നുള്ളതുകൊണ്ട് തന്നെ മഴ ശക്തമായി തുടരാനുള്ള സാധ്യതയുണ്ട്. മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.